കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മട്ടൻ പായ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് പത്തിലിൻ്റെ കൂടെയോ ചപ്പാത്തിയോ പൊറോട്ട ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളതിങ്ങനെ മട്ടൻ സൂപ്പ് ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായക്ക് നല്ല വേവുണ്ടാവും, അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലല്ലെങ്കിൽ സാധാരണ ചൗലാണെങ്കിൽ 2 മണിക്കൂറൊക്കെ ചെറിയ തീയിൽ വേവിച്ചെടുക്കേണ്ടി വരും. സ്റ്റവ് ഓൺ ചെയ്ത് കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 ഗ്രാമ്പു 2 ഏലക്കായ് 1 പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി നേർങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കുക. ഇതൊന്ന് നല്ലപോലെ ബ്രൗൺ ചെയ്തെടുക്കാം. അതെയാ ഉള്ളിയാളം ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചച്ചോയൊക്കെ മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പായ ഇട്ട് കൊടുക്കണം. ഞാൻ 400 ഗ്രാം പായ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആട്ടിൻ്റെ രോമമൊക്കെ ഉണ്ടാവുകൊണ്ട് നല്ലപോലെ നോക്കിയിട്ട് കഴുകിയെടുക്കണം. ഇതിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 1-2 മിനിറ്റ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം ഈ പായൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത്. ഇനി ഇത് മസാലയെല്ലാം പായയിലേക്ക് പിടിച്ചു വരുന്നവരെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. ഞാൻ 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് തിളച്ചതിന് ശേഷം ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എണ്ണയൊക്കെ ഇതാ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് ആദ്യം ഒരു വിസിൽ വരുന്ന വരെ ഫുൾ ഫ്ലെയിമിലും പിന്നെ 1/2 മണിക്കൂർ ചെറിയ തീയിലും വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തീ ചെറുതാക്കി കൊടുക്കാം. മണിക്കൂറിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് കുക്കർ തണുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് മല്ലിയില, പച്ചമുളക്, 1 പച്ചമുളക് ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കും. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുക. നമ്മൾ കിടിലൻ പായക്കറി റെഡിയായി. ഇനി ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.